പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. കാൽനടയാത്രക്കാരുടെ ദുരിതം കേട്ടറിഞ്ഞ് ദ്രുതഗതിയിൽ പരിഹാരം കണ്ട് വണ്ടൂർ ട്രോമാ കെയർ പ്രവർത്തകർ. വണ്ടൂർ VMC സ്കൂളിന്റെ പ്രധാന കവാടം മുതൽ ഗ്രൗണ്ട് വരെയുള്ള നടപ്പാതയിലായിരുന്നു കാട് മൂടി വഴിയിലേക്ക് ചെരിഞ്ഞും മരച്ചില്ലകൾ തൂങ്ങിയും കിടന്നിരുന്നത്. ഇത് കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർക്കും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നത് കാൽനടയാത്രക്കാരിൽ ചിലരാണ് ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിനെ അറിയിച്ചത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ കാടുവെട്ടു മെഷീൻ, വെട്ടുകത്തി മുതലായവ ഉപയോഗിച്ച് മുഴുവൻ കാടുകളും വെട്ടിത്തെളിച്ചു. വണ്ടൂർ VMC സ്കൂളിന്റെ മുൻവശത്തുള്ള നടപ്പാത, റോഡിനോട് ചേർന്നിട്ടുള്ള ഫുട്പാത്ത് കാട് മൂടി, കാടും പുല്ലും മുൾച്ചെടികളൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ നടപ്പാതയിലെ കൂടെ കുട്ടികൾക്കായാലും രാവിലെ നടക്കുന്ന പ്രഭാത സവാരിക്കിറങ്ങുന്ന ആളുകൾക്കായാലും പിന്നെ വഴിയാത്രക്കാർക്കായാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം മുള്ളുകളും ഒക്കെ കൊളത്തി വലിച്ച് കുട്ടികൾക്കൊന്നും തീരെ പോകാൻ കഴിയില്ല എന്നുള്ള, പിന്നെ ഇഴജന്തുക്കളെ നല്ല ശല്യമുണ്ട്. അപ്പൊ അത് നമ്മളെ ട്രോമാ കെയറിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, രാവിലെ എല്ലാവരും ഒരു 7 മണിക്ക് ഒരു 15ഓളം പ്രവർത്തകർ എല്ലാവരും വന്നുകൊണ്ട് അത് ആ ഭാഗം ബോയ്സ് ഗ്രൗണ്ട് മുതൽ VMCന്റെ ഗേറ്റ് വരെയുള്ള എല്ലാ ഫുട്പാത്ത് കംപ്ലീറ്റ് കാട് വെട്ടി പുല്ലൊക്കെ ചെത്തി റോഡ് സൈഡിലുള്ള ഇലകളും മറ്റും ഒരു കൂട്ടി കത്തിച്ച് ആ ഭാഗം കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളടക്കമുള്ള നിരവധി ആളുകളാണ് ദിവസം തോറും ഈ നടപ്പാതയിലൂടെ യാത്ര ചെയ്യുന്നത്. മഴക്കാലം അവസാനിച്ചതോടെ ഇഴജന്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് കാട് ഉടനടി വെട്ടിത്തെളിച്ചത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളിൽ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിലെ 10ഓളം പ്രവർത്തകർ പങ്കെടുത്തു. 10:30 മണിയോടുകൂടി പ്രവൃത്തി അവസാനിച്ചു. ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ഫിറോസ് ബാബു KT, വേലായുധൻ M, രാജൻ E, ദിനേശ് P, അസൈൻകോയ M, ഷിഹാബ് O, നൌഷാദ് അലി KP, നൌഷാദ് അലി K മുതലായവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.